Govinda. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ നാളായിട്ടോ ഡെയിലി ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ച് എന്നും 4 മണിക്ക് കോഴി വിളിക്കുന്ന പോലെ എണീറ്റു. ഇന്ന് ഇഡ്ഡലിക്കാട്ടോ ആട്ടി വെച്ചത്. ഞാൻ ഇഡ്ഡലിക്ക് ആട്ടി വെക്കുന്ന ദിവസം പിറ്റേ ദിവസം ദോശയ്ക്കുള്ള മാവ് ഞാൻ ബാക്കി വെച്ചിട്ട് ബാക്കിയുള്ളതായിട്ട് ഇഡ്ഡലിക്ക് ചുടുന്നത്. ഞാൻ എന്നും എല്ലാ വീട്ടിലും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ വീട്ടിലൊക്കെ അമ്മയൊക്കെ അങ്ങനെ ആയിട്ട്. അപ്പോൾ അത് തന്നെ ഞാനും ഫോളോ ചെയ്തു. എന്നിട്ട് ഇഡ്ഡലിയൊക്കെ സെറ്റാക്കി അടുപ്പിൽ വെച്ചിട്ട് ചോറിനും ഞാൻ വെച്ചതിന് ശേഷം ഞാൻ കുളിക്കാൻ പോയ കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇഡ്ഡലിയും ചോറും ഒക്കെ സെറ്റായിട്ടിരിക്കുമല്ലോ. എന്നിട്ട് ഞാൻ വാർത്തിട്ടിട്ട് ഞാൻ വിളക്ക് തെളിയിച്ചു. ഇന്ന് ചൊവ്വാഴ്ച ആയതുകൊണ്ട് ദേവീ സ്തോത്രം കേട്ടോ ഞാൻ കൂടുതലും ജപിക്കുന്നത്. എൻ്റെ എല്ലാ ഡേ ലൈഫും ഇങ്ങനെയൊന്നും അല്ല, മാറിയും തിരിഞ്ഞുമൊക്കെ ഇരിക്കും. എന്നിട്ട് ഇന്ന് തലേ ദിവസം രാത്രി തന്നെ ഞാൻ എല്ലാ പച്ചക്കറിയൊക്കെ അരിഞ്ഞു വെച്ചേക്കും കേട്ടോ. അപ്പോൾ രാവിലെ എണീക്കുമ്പം പണി ഒരുപാടൊന്ന് ഒതുങ്ങുമല്ലോ. അപ്പോൾ ഇന്ന് മോക്കൊരു 6:15 ആകുമ്പോൾ പോയാൽ മതി. അപ്പം ഞാനിന്ന് ക്യാബേജ് കൊണ്ടൊരു ചെറിയൊരു വിഴുക്കുരട്ടിയും പിന്നെ കായും പയറും കൂടെ ഉള്ള ഒരു വിഴുക്കുരട്ടിയും വെച്ചു. പിന്നെ ഇന്നൊരു പുതിയ പരീക്ഷണം കേട്ടോ, ഈ തമിഴ്നാട് സ്റ്റൈല് വത്തക്കുളമ്പ് എന്ന് പറയും. ഞാൻ കുറേ നാളായിട്ട് അത് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല. അപ്പോൾ ഇന്ന് വഴുതനങ്ങ വാങ്ങിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്തേ പറ്റുള്ളൂ, എന്താണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് അറിയണമല്ലോ. അങ്ങനെ അത് വെച്ചു കേട്ടോ. പിന്നെ ഇഡ്ഡലിക്ക് ചമ്മന്തി ആയിരുന്നു. കട്ടി ചമ്മന്തിയല്ല, ഈ കലക്ക് ചമ്മന്തി ഉണ്ടല്ലോ, ചുമന്ന ചമ്മന്തി, അതുമായിരുന്നു. പിന്നെ മോളുടെ ലഞ്ചൊക്കെ പാക്ക് ചെയ്തു. ലഞ്ച് പാക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയം ആയപ്പോഴാണ് ദൈവമേ സമയമായില്ലോ മോളെ വിളിക്കാനെന്ന് പറഞ്ഞു. അങ്ങനെ മോളെ വിളിച്ച് എണീക്കുമ്പോൾ തന്നെ പ്രാർത്ഥിച്ചിട്ടാട്ടോ എണീക്കുന്നത്. എന്നിട്ട് മോളെ പിടിച്ച് ബാത്റൂമിൽ കൊണ്ടാക്കിയിട്ട് രാവിലെ ഉറക്ക ക്ഷീണമൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, സ്കൂളിൽ പോകണ്ടേ. എന്നിട്ട് ഫ്രൂട്ട്സാണ് ഞാൻ സ്നാക്സിന് കൊടുത്തു വിട്ടത്. ചോറും എല്ലാം റെഡിയാക്കി പിന്നെ മോൾക്ക് കഴിക്കാനുള്ള ഇഡ്ഡലിയും ചമ്മന്തിയൊക്കെ വെച്ചു. പിന്നെ ഓരോ ദിവസം എണീക്കുമ്പോൾ ഓരോ ഹെയർ സ്റ്റൈലായിട്ട് പറയുന്നത്. ഇന്ന് മറ്റേ മാമാട്ടിക്കുട്ടി അമ്മ ഹെയർ സ്റ്റൈൽ ഉണ്ടല്ലോ, അതായിട്ടാണ് കെട്ടി കൊടുത്തു വിട്ടത്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. എനിക്ക് കാല് വയ്യാത്തതുകൊണ്ട് ഞാൻ മുമ്പത്തെ ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ട്. കാല് വയ്യാത്തതുകൊണ്ട് രാവിലെ മെഡിസിൻ കഴിക്കണം. അപ്പോൾ അതിന് മുമ്പേ ഉള്ളൊരു ഗ്യാസിൻ്റെ ഒരു ടാബ്ലറ്റ് രാവിലെ വെറും വയറ്റിൽ കഴിക്കണം. അപ്പോൾ അത് കഴിച്ചു. എന്നിട്ട് ലൊക്കേഷൻ ഇട്ടേക്കും. അപ്പോൾ അത് ആ കറക്റ്റ് സമയമാകുമ്പോൾ നമ്മൾ താഴെ ഇറങ്ങി പോയാൽ മതി, മോളുടെ ബസ് വരും താഴെ. എന്നിട്ട് മോളെയും ബസ് കയറ്റി വിട്ടതിന് ശേഷം വീട്ടിൽ വന്നു. വീട്ടിൽ ചെന്നിട്ട് പിന്നെ അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ടല്ലോ, കുക്കിംഗ് ഒക്കെ ഏകദേശമൊക്കെ ഒതുങ്ങി, ഏകദേശം എല്ലാം ഒതുങ്ങി. പിന്നെ ഉള്ള കാര്യങ്ങളാണ് ഈ പാത്രം കഴുകലും പിന്നെ ഈ തുണി വിരിക്കില്ല. നമുക്ക് ബാൽക്കണി ഇല്ല കേട്ടോ. എനിക്ക് ബാൽക്കണി ഉള്ള ഫ്ലാറ്റ് ഭയങ്കരമായിട്ട് എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ബാൽക്കണിയുള്ള ഫ്ലാറ്റ് കിട്ടിയില്ല. എടുക്കാത്തതാണ്, കാരണം കല്യാണിയെ പേടിച്ചിട്ട്. അതുകൊണ്ട് ബാൽക്കണി ഇല്ലാത്തതുകൊണ്ട് ഇതേപോലെ തുണി വിരിച്ചിട്ട് ആ ജനലിൻ്റെ സൈഡിലോട്ടാട്ടോ ഞാൻ വയ്ക്കുന്നത്. പിന്നെ ഫുഡൊക്കെ ഞാൻ കഴിച്ചു. ഞാൻ ആ വത്തക്കുളമ്പും കൂടെ എടുത്ത് ഇഡലിയുടെ കഴിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു, മക്കൾക്കും ഇഷ്ടപ്പെട്ടു, ഏട്ടനും ഇഷ്ടപ്പെട്ടു. അപ്പോഴാണ് ഒരാളുടെ രംഗപ്രവേശനം, കല്യാണി മുത്തിൻ്റെ കൂടെ ആയിട്ടാണ് കിടന്നത്. അപ്പോൾ മുത്തിൻ്റെ കൂടെ വന്ന് മുത്തു ചേച്ചിയുടെ കൂടെ പോകണമെന്ന് പറഞ്ഞിട്ട് ഒരു കരച്ചിലായിരുന്നു രാവിലെ. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ തന്നെ കഴിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ തന്നെ എടുത്ത് കഴിക്കുമ്പോൾ സമയം എടുക്കും, പക്ഷേ തന്നെ കഴിക്കണമല്ലോ അവർ, അടുത്ത വർഷം സ്കൂളിൽ ചേർക്കാനുള്ളതല്ലേ. എന്നിട്ട് പഠിപ്പിക്കാനിരുത്തും. ഈ ഡ്രസ്സ് കണ്ടോ, ഇത് മുത്തിൻ്റെ ടീഷർട്ട് എടുത്തിട്ടേക്കും അവളെ ഡ്രസ്സ് മാറ്റിയിട്ട്. എന്നിട്ട് ഇതേപോലെ 1 2 3 ABCD ഒക്കെ എഴുതും. ഭയങ്കര പാടൊക്കെയാണ്, എന്നാലും ഒരു ഉറക്കം വരുന്നു എന്നൊക്കെ പറയും എഴുതാനൊക്കെ. എന്നിട്ട് അമ്മ ഇത് തരാം, അമ്മ ഇതുണ്ടാക്കി തരാം എന്നൊക്കെ പറയുമ്പോഴാണ് ആ ഒരു എഴുതാനുള്ള ഒരു ഊർജിതം വരുന്നത്. അങ്ങനെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഒരു 10 മണിയാകുമ്പോൾ നമ്മൾ കുളിക്കാൻ കയറും കേട്ടോ. അപ്പോൾ കല്യാണിയുടെ തലയിൽ ഓയിൽ മസാജ് ചെയ്യുമ്പോൾ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണമല്ലോ, അതൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പം അമ്മ ഇനിയും എന്ന് പറയും. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇത് സിനിമ കണ്ടൊക്കെ കാണിക്കുന്ന കേട്ടോ, ഈ തലയിൽ ഇങ്ങനെയൊക്കെ ആക്കുന്നത്. കുളി കഴിഞ്ഞ് വന്നിട്ട് വെള്ളം ഇങ്ങനെ മാറാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു, തലയൊക്കെ ചീവി. പിന്നെ പുള്ളിക്കാരിയും ഇച്ചിരി മേക്കപ്പിൻ്റെ ഭയങ്കര ആളാട്ടോ. അമ്മ ലിപ് ബാം ഇടണേ, കണ്ണെഴുതണേ, പൊട്ടിടണേ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിപ്പോൾ വീഡിയോ ഓൺ ചെയ്ത് വെച്ചേക്കുമ്പോൾ കാണിക്കുന്ന ഓരോരോ കോപ്രായങ്ങളാണ് ഇതൊക്കെ. അങ്ങനെ പിന്നെ മോയ്സ്ചറൈസർ ഇടും കേട്ടോ. അപ്പോൾ സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസറാണ് മക്കൾക്ക് ഇടുന്നത്, 2 പേർക്കും. ജാനുകുട്ടിക്ക് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഡ്രൈ സ്കിന്നാണ്,
നമുക്ക് എക്സീമ ആയതുകൊണ്ട് സെറ്റാഫിലിൻ്റെതാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെ അതിൻ്റെ വേറൊരു വെർഷനാണ് കല്യാണിക്ക് ഇടുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പൊട്ട് കുത്തിയപ്പോൾ ഓരോന്ന് പറയും, വലിയ പൊട്ടിയായോ ചെറിയ പൊട്ടായെന്നൊക്കെ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടു. പിന്നെ നല്ല ചുന്ദരിയല്ലേ അമ്മയുടെ കുഞ്ഞ്. പിന്നെ എനിക്ക് സുന്ദരി ആയോ അമ്മയെന്ന് വെച്ചാൽ കണ്ണാടിയിലൊക്കെ നോക്കി ഫാഷൻ ഷോ, പിന്നെ കുറച്ച് നേരം TV. ഇതാണ് പുള്ളിക്കാരിയുടെ ഒരു റുട്ടീൻ എന്ന് പറയുന്നത്. കാർട്ടൂൺ കാണിക്കരുത് എന്ന് വിചാരിക്കും, പക്ഷെ ഞാൻ ഞാൻ മാറുന്ന സമയത്ത് റിമോട്ട് എടുത്ത് കാർട്ടൂണൊക്കെ ഇടും കേട്ടോ. തന്നെത്താനെ ഇടും. ഈ പ്രായത്തിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് തന്നെത്താനെ റിമോട്ടൊക്കെ എടുത്ത് ഓരോന്നും ചെയ്യാൻ പറ്റുന്നല്ലേ കേട്ടോ. ഇനി നമുക്കൊക്കെ ഈ പ്രായത്തിൽ TV പോലും കാണത്തില്ല. TV പോലും അങ്ങനെ വീട്ടിലൊന്നും ഇല്ലായിരുന്നല്ലോ. പിള്ളേരുടെയൊക്കെ ഒരു അഡ്വാൻസ്ഡായി പിള്ളേരെല്ലാവരും. പിന്നെ ഇന്ന് ഞാനൊരു പപ്സ് പരീക്ഷണം ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം കുറേ നാളായിട്ട് ഒരു പപ്സിനെ ഒരു ഷീറ്റ് മേടിച്ച് ഫ്രീസറിൽ വെച്ചേക്കുന്നു. ഇന്നുണ്ടാക്കാം നാളെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അത് നടക്കുന്നില്ല. അങ്ങനെ പിന്നെ ഇന്ന് എന്തായാലും അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സാധാരണ നമ്മൾ ഉള്ളിക്കറി വയ്ക്കത്തില്ലേ, അതേപോലെ ഒരു മെത്തേഡ് തന്നെയാണ്. എണ്ണ ഒഴിച്ച് സവാളയും തക്കാളിയും എല്ലാം വഴറ്റി, പിന്നെ കറിവേപ്പില, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇതൊക്കെ ആ ഒരു പ്രോസസ്സ് തന്നെ. എന്നിട്ട് ആ ഒരു വഴറ്റി വെച്ചതിന് ശേഷം പിന്നെ ഉച്ചയ്ക്ക് ചോറിനുള്ള സമയമായി. അപ്പോൾ കല്യാണിക്കും ഫുഡ് കൊടുത്തു. കല്യാണിക്ക് ഫുഡ് കൊടുത്തത് ഞാൻ കാണിച്ചില്ല, കാരണം ആ ഫുഡ് കൊടുക്കാനുള്ള ആ ഓട്ടത്തിനിടയിൽ ഞാനത് കാണിച്ചില്ല. എന്നിട്ട് ഞാനും ഫുഡ് കഴിച്ചു. എന്നിട്ട് ഒരു 12:30 ആകുമ്പോൾ കല്യാണി അങ്ങ് ഉറക്കും. ആ സമയത്ത് പുള്ളിക്കാരിക്ക് ഉറക്കം വരും. അപ്പോൾ ഉച്ചയ്ക്ക് പെട്ടെന്ന് ഉറങ്ങും. രാത്രി ഭയങ്കര പാടാട്ടോ ഉറങ്ങാനായിട്ട്. അങ്ങനെ ഉച്ചയ്ക്ക് കല്യാണി ഉറക്കിയതിന് ശേഷം ഒരു 3 മണിയൊക്കെ ആയപ്പോഴാണ് ഏട്ടൻ വന്നത്. ഏട്ടൻ വന്നിട്ട് ഏട്ടനുള്ള ഫുഡും കൊടുത്തിട്ട് പിന്നെ പപ്സ് ഉണ്ടാക്കാനുള്ള പരീക്ഷണത്തിലിട്ടിട്ട് വീണ്ടും കിടന്നു. അപ്പോൾ എല്ലാം മസാലയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ പപ്സിൻ്റെ ഷീറ്റിൽ ഇതേപോലെ മസാലയും മുട്ടയും വെച്ചു. എന്നിട്ട് നമ്മൾ മുട്ട ബീറ്റ് ചെയ്തിട്ട് അതൊന്ന് ആ ഒരു ഇതിലോട്ടൊന്ന് ബ്രഷ് ചെയ്യണം കേട്ടോ. ആ ഒരു പപ്സിലോട്ട് ബ്രഷ് ചെയ്തതിന് ശേഷം ഒരു ഗോൾഡൻ ബ്രൗൺ വരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പിന്നെ ഓവനിൽ അത് ഗ്രില്ല് ചെയ്തെടുത്ത് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ മോള് സ്കൂൾ വിട്ട് വന്ന് നമ്മളിതെല്ലാം കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു ഡേ ഇൻ മൈ ലൈഫ്.